ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സ് എന്ന ആൻസിലറി പേപ്പറിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഈ എക്കണോമിക്സിൻ്റെ നോട്ട്സ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വൺ വേർഡ് ഉൾപ്പെടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ആക്കിയിട്ട് മലയാളത്തിൽ ആൻസർ എന്ന രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ബ്ലോക്കിൻ്റെയാണ് റെഡി ആയിട്ടുള്ള. ആവശ്യക്കാരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സാണ്, ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അതേപോലെ ഫസ്റ്റ് സെമ്മിൻ്റെ സോഷ്യോളജി EVS വേൾഡ് ഹിസ്റ്ററി നോട്ട്സ് മലയാളം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. സെക്കൻഡ് സെമ്മ് സോഷ്യോളജി നോട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. ഇത്രയും നോട്ട്സുകൾ ആവശ്യമുള്ളവർ ഞാൻ ഫസ്റ്റ് സെമ്മിൻ്റെ കംപ്ലീറ്റ് വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് സെക്കൻഡ് സെമ്മിലെ ജനറൽ എക്കണോമിക്സിലെ 2ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റമാണ്. കെയ്നേഷ്യൻ ഒരു വ്യക്തിൻ്റെ പേരെന്നാണ് അത് വരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്നത് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം തന്നെയാണ്. അത് നോക്കുക നമ്മൾ എന്താണെന്ന്. 1930കളിൽ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് വികസിപ്പിച്ചെടുത്ത കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം കെയ്നേഷ്യൻ എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കെയ്ൻസ് എന്ന പേരിൽ നിന്നാണ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക്സ് എന്ന പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് മഹാമാന്ദ്യത്തോടുള്ള പ്രതികരണമായിട്ടാണ്. 1930 ലോകത്ത് അമേരിക്കയെ പോലും സാമ്പത്തിക മാന്ദ്യം ബാധിച്ചല്ല, ആ മാന്ദ്യത്തോടുള്ളൊരു പ്രതികരണമായിട്ടാണിത് ഉയർന്നു വന്നത്. ഉയർന്ന തോതിലുള്ള തൊഴിലില്ലായ്മയും കുറഞ്ഞ സാമ്പത്തിക ഉൽപ്പാദനവും കൊണ്ട് വിപണി സമ്പദ് വ്യവസ്ഥകൾ ദീർഘകാല മാന്ദ്യത്തിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കെയ്ൻസ് ഇങ്ങനെ ഒരു സാമ്പത്തിക ശാഖ രൂപപ്പെടുത്തിയെടുത്തത്. 1930കളിലും 1940കളിലും കെയ്നേഷ്യൻ സാമ്പത്തിക ശാസ്ത്രം കൂടുതൽ ജനപ്രീതി നേടുകയും ചെയ്തു. കാരണം എന്താണ്, ആ കാലഘട്ടത്തിൽ പല ഗവൺമെൻറ്റുകളും മഹാമാന്ദ്യത്തിൽ നിന്ന് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഈ കെയ്നേഷ്യൻ നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധാനന്തരം വളരെ പ്രധാനമായ ഒരു പങ്കാണ് കെയ്നേഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നത്. അക്കാലത്ത് സമ്പദ് വ്യവസ്ഥകളെ പുനർനിർമ്മിക്കാൻ പല ഗവൺമെൻറ്റുകളും ഈ നയം ഉപയോഗിച്ചു. അതുവരെ മേധാവിത്വം ഉണ്ടായിരുന്ന ക്ലാസിക്കൽ എക്കണോമിക്സിനെ കെയ്നേഷ്യൻ സമ്പദ് വ്യവസ്ഥ വെല്ലുവിളിച്ചു. പൂർണ്ണ തൊഴിലിനും മൊത്തത്തിലുള്ള ഡിമാൻഡ് സ്ഥിരപ്പെടുത്താനും ഗവൺമെൻറ് ഇടപെടലിന് വേണം, അതായത് ഗവൺമെൻറ് ഇടപെടണം എന്ന് പറയുന്ന ഒരു എക്കണോമിക് സിസ്റ്റമാണ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. എന്നാൽ ക്ലാസിക്കൽ എന്തില്ല, ഗവൺമെൻറ് ഇടപെടരുത് എന്നാണല്ലോ പറഞ്ഞിരുന്നത് അല്ലേ. ഇനി അതിൻ്റെ അസംഷൻസ് ഓഫ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അനുമാനങ്ങൾ. ഒന്നാമത്തത് പ്രൈസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി ഓർ ഫ്ലെക്സിബിൾ എന്നാണ്. അതായത് വിലയും കൂലിയും ഒട്ടുപിടിക്കുന്നതോ വഴങ്ങാത്തതോ ആണ് എന്നാണ്. മറ്റെല്ലാം ക്ലാസിക്കൽ നമ്മൾ വഴങ്ങുന്നതായിരിക്കണം എന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ സമ്പദ് വ്യവസ്ഥയിലെ ഡിമാൻഡിലും വിതരണത്തിലും വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് വിലയും കൂലിയും എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ക്രമീകരിക്കപ്പെടുന്നില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. അതിനർത്ഥം ഡിമാൻഡിലും വിതരണത്തിലും വരുന്ന മാറ്റങ്ങൾ തൊഴിലില്ലായ്മയിലേക്കോ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിലേക്കോ നയിച്ചേക്കാം എന്നും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യമായി വന്നേക്കാം എന്നുമാണ്. ഇനി 2ാമത്തെ പോയിൻ്റാണ് എന്ത്, സ്വമേധയാ തൊഴിലില്ലായ്മ ഉണ്ടാകും. ദേ മേ ബി ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അതെന്ന് വെച്ചാൽ സ്വമേധയാ തൊഴിലില്ലായ്മ ഉണ്ടാകും. സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്വമേധയാ തൊഴിലില്ലായ്മ അനുഭവിക്കാൻ കഴിയുമെന്ന് കെയ്ൻസ് വിശ്വസിച്ചു. ജോലി ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട്, ജോലി ചെയ്യാൻ കഴിവുള്ളവരുമുണ്ടെങ്കിലും അവർക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിലുള്ള ഡിമാൻഡിൻ്റെ കുറവുണ്ടാകുമ്പോഴാണത് സംഭവിക്കുക എന്നും കെയ്ൻസ് പറയുന്നുണ്ട്. ഇനി 3ാമത്തെ അസംഷനാണ് അല്ലെങ്കിൽ അനുമാനമാണ് എന്ത്, ഉപഭോഗവും സമ്പാദ്യ തീരുമാനങ്ങളും നിലവിലെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്ന് വെച്ചാൽ വ്യക്തികളുടെ ഉപഭോഗവും സമ്പാദ്യ തീരുമാനങ്ങളും പ്രധാനമായും നിർണ്ണയിക്കുന്നവരുടെ ഭാവിയിലെ വരുമാനത്തെക്കാൾ, അതായത് നമുക്ക് എത്ര കിട്ടാനുണ്ട് എന്നതിനേക്കാൾ ഇപ്പോൾ നിലവിലെ അവരുടെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണെന്നാണ് കെയ്ൻസ് വാദിച്ചത്. അതായത് വരുമാനത്തിലെ മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയിലെ ഉപഭോഗത്തിലും സമ്പാദ്യത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 4ാമത്തെ അനുമാനം എന്താണെന്ന് വെച്ചാൽ നിക്ഷേപ തീരുമാനങ്ങൾ പലിശ നിരക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാണ്. എന്ന് വെച്ചാൽ നിക്ഷേപ തീരുമാനങ്ങൾ പ്രധാനമായിട്ടും പലിശ നിരക്കുകളെ സ്വാധീനിക്കുന്നുവെന്നും പലിശ നിരക്കിലെ മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയിലെ നിക്ഷേപത്തിൻ്റെ നിലവാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് കെയ്ൻസ് വിശ്വസിക്കുന്നത്.
അഞ്ചാമത്തെ പോയിന്റ്, സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ ഗവൺമെൻറ് ഇടപെടൽ അത്യാവശ്യമാണ് എന്നതാണ്. സമ്പദ് വ്യവസ്ഥ സ്ഥിരപ്പെടുത്തുന്നതിന്, പ്രത്യേകിച്ചും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും വിഷാദത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥ അത്യാവശ്യമാണ്, അത് സ്ഥിരമായിട്ട് നിലനിർത്താൻ കഴിയുമോ എന്നും, അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെടൽ അത്യാവശ്യമാണ് എന്നും ആര് പറയുന്നു? കെയ്ൻസ് പറയുന്നു. ഇനി നമുക്ക് അടുത്തത് അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, ADF എന്ന് പറയും കേട്ടോ. അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. ADFും ASFുമാണ്, അങ്ങനെ ഷോർട്ടിലാണ് ഇനി പറയുക കേട്ടോ. ADF ആൻഡ് ASF, ഡിഫറൻഷിയേറ്റ് ADF ആൻഡ് ASF എന്ന് പറയും. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ചരക്കുകൾക്കും വേതനങ്ങൾക്കുള്ള മൊത്ത ഡിമാൻഡുകളെ വിവരിക്കാൻ മാക്രോ എക്കണോമിക്സിൽ അത്യാവശ്യമായിട്ടുള്ള രണ്ട് സങ്കല്പങ്ങളാണ് മൊത്തത്തിലുള്ള ഡിമാൻഡ് പ്രവർത്തനവും മൊത്തത്തിലുള്ള വിതരണ പ്രവർത്തനവും. അതാണെന്ത്? അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവിൽ ഒരു നിശ്ചിത വില നിലവാരത്തിലുള്ള സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മൊത്തം ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ADF എന്ന് പറയുന്നത്. ഉപഭോക്തൃ ചെലവ്, നിക്ഷേപ ചെലവ്, സർക്കാർ ചെലവ്, അറ്റ കയറ്റുമതി എന്നിങ്ങനെയുള്ള ഡിമാൻഡിൻ്റെ എല്ലാ ഘടകങ്ങളും ADFിൽ ഉൾപ്പെടും. എന്താണ് ഈ അറ്റ കയറ്റുമതി എന്ന് പറഞ്ഞാൽ? കയറ്റുമതിയിൽ നിന്ന് ഇറക്കുമതി കുറച്ച് കിട്ടുന്നതാണ് എന്ത്? അറ്റ കയറ്റുമതി എന്ന് പറയുന്നത് കേട്ടോ. വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അതുപോലെ ഒരു പ്രത്യേക കാലയളവിൽ ഒരു നിശ്ചിത വില നിലവാരത്തിലുള്ള സാധന സേവനങ്ങളുടെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? അഗ്രഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ASF എന്ന് സൂചിപ്പിക്കുന്നത്. തൊഴിലാളികൾ, മൂലധനം, പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ വിതരണത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ASFിൽ ഉൾപ്പെടും. ADFിൻ്റെയും ASFിൻ്റെയും വിഭജനമാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ യഥാർത്ഥ തോതിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത്. ADFും അതുപോലെ തന്നെ ASFും തമ്മിലുള്ള വിഭജന പോയിന്റ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദനത്തിൻ്റെയും തൊഴിലിൻ്റെയും സന്തുലിതാവസ്ഥമായ നിലയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. സമ്പദ് വ്യവസ്ഥ സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും അളവ് വിതരണം ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെ അളവിന് തുല്യമായിരിക്കും. വിലയിൽ മാറ്റം വരുത്താൻ സമ്മർദ്ദമുണ്ടാവുകയും ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ADF ASFിനേക്കാൾ കൂടുതലാണെങ്കിൽ, ADF ആവശ്യക്കാർ ഇതിനേക്കാൾ സപ്ലൈനേക്കാൾ കൂടുതലാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ അധിക ഡിമാൻഡ് ഉണ്ടാവും. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. എന്നാൽ ASF ADFിനേക്കാൾ വലുതാണെങ്കിലോ അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ അധിക വിതരണം ഉണ്ടാകും. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കേട്ടോ. സർക്കാർ നയങ്ങൾ, പലിശ നിരക്കിലെ മാറ്റങ്ങൾ, അന്തർദേശീയത തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ADFിനെയും ASFിനെയും സ്വാധീനിക്കുന്നുണ്ട്. ASF ഹ്രസ്വകാലത്തേക്ക് സ്ഥിരതയുള്ളതായി കണക്കാക്കപ്പെടും. കാരണം അത് നിർമ്മാണം, സാങ്കേതിക സാഹചര്യങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലവസരങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്നതിൽ ADF നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഉപഭോക്തൃ നിക്ഷേപ പ്രവർത്തനങ്ങളും അനുസരിച്ചാണ് ADF നിർണ്ണയിക്കുന്നത്. ഉപഭോഗം അല്ലെങ്കിൽ നിക്ഷേപ ചെലവ് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വർദ്ധിപ്പിച്ച് തൊഴിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കെയ്ൻസിൻ്റെ വാദം. ഫലപ്രദമായ ഡിമാൻഡിൻ്റെ തത്വത്തിൽ ADF ഫലപ്രദമായ ഘടകം ആയിരിക്കും. ഇനി ഫലപ്രദമായ ഡിമാൻഡ് തത്വമാണ്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഫലപ്രദമായ ഡിമാൻഡ് തത്വം ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. കെയ്ൻസിൻ്റെ ഇക്കണോമിക്സിൽ ഒരു ആശയമാണ് എന്ത്? ഫലപ്രദമായ ഡിമാൻഡ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾ, ബിസിനസ്സുകൾ, ഗവൺമെൻറ് എന്നിവയുടെ ചെലവ് തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സമ്പദ് വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യകതയുടെ നിലവാരത്തെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ഇഫക്റ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ ഫലപ്രദമായ ഡിമാൻഡ് തത്വം സൂചിപ്പിക്കുന്നത്. ഇത് സമ്പൂർണ്ണ ഡിമാൻഡ്, അതായത് അബ്സല്യൂട്ട് ഡിമാൻഡ് എന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ്. അതായത് ഉപഭോക്താക്കൾക്ക് ഏത് വിലക്കും വാങ്ങാൻ കഴിയുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ അളവാണ് എന്ത്? ഈ എന്താ പറയുക, കൃത്യമായ അല്ലെങ്കിൽ ഫലപ്രദമായ ഡിമാൻഡ് എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെയും വളർച്ചയുടെയും ഒരു പ്രധാന ചാലകമാണ് ഫലപ്രദമായ ഡിമാൻഡ് എന്നും ഗവൺമെൻറ് ചെലവ്, നികുതി നയങ്ങൾ, പ്രവണത എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ കാരണം ഇത് ഏറ്റക്കുറച്ചിലുകൾക്കും അസ്ഥിരതയ്ക്കും വിധേയമാകുമെന്നുമാണ് കെയ്ൻസ് വാദിക്കുന്നത്. ഭാവിയിലെ ലാഭക്ഷമതയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാൽ സ്വാധീനിക്കപ്പെടുന്ന നിക്ഷേപ തീരുമാനങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ധനനയം, പണനയം, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനും സമ്പൂർണ്ണ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മറ്റ് നടപടികൾ എന്നിവയുൾപ്പെടെ നിരവധി നയ ഇടപെടലുകൾ കെയ്ൻസ് ഇതിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനും മഹാമാന്ദ്യകാലത്ത് സംഭവിച്ച വിനാശകരമായ തൊഴിലില്ലായ്മ തടയുന്നതിനും വേണ്ടി സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് ഫലപ്രദമായ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നയം ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ ഫലപ്രദമായ ഡിമാൻഡ് എന്ന ആശയത്തിൻ്റെ ഉള്ളടക്കം.
ഇനി ഫലപ്രദമായ ഡിമാൻഡ് തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആ തത്വത്തിൻ്റെ വരുന്ന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഉപഭോഗവും നിക്ഷേപവുമാണ്. രണ്ടാമത്തത് വരുമാന വിതരണം. 3 ഉപഭോഗം ചെയ്യാനുള്ള നാമമാത്രമായ പ്രവണത. ഉപഭോഗം ചെയ്യാനുള്ള നാമമാത്രമായ പ്രവണത എന്ന് പറയുമ്പോൾ ഉപഭോഗത്തിനായുള്ള നാമമാത്ര പ്രവണത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഭോഗത്തിനായി ചെലവഴിക്കുന്ന അധിക വരുമാനത്തിൻ്റെ പ്രവണതയാണത് സൂചിപ്പിക്കുന്നത്. ഉപഭോഗത്തിന് വേണ്ടി ചെലവാക്കുന്ന അധിക പ്രവണതയാണത് സൂചിപ്പിക്കുന്നത്. അതിനെ പറയുന്ന മറ്റൊന്നാണ് എന്ത്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അങ്ങനെ ചോദിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക്. MPC എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? MPC എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ്. ഉപഭോഗത്തിന് നാമമാത്രമുള്ള പ്രവണത എന്നാണ് അത് കേട്ടോ. അത് സ്ഥിരമല്ല ഒരിക്കലും, മറിച്ച് വരുമാനത്തിൻ്റെ തോതനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒന്നാണ് ഇത് ഈ MPC എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പോയിൻ്റാണ് പലിശ നിരക്ക്. 6ാമത്തെ പോയിൻ്റാണ് ഗവൺമെൻറ് ഇടപെടൽ. ഈ തത്വങ്ങളൊക്കെയും പൂർണ്ണതൊഴിൽ ഉറപ്പുവരുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയുടെ പരിപൂർണ്ണ പ്രവർത്തനത്തിനും ഗവൺമെൻറ് ഇടപെടൽ അത്യാവശ്യമാണ് എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന തത്വങ്ങളാണ്. ഇനി അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് ഇതിൽ വരുന്നത്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അധ്വാനം, മൂലധനം തുടങ്ങിയ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് സമ്പദ് വ്യവസ്ഥ ഉപയോഗിക്കാത്ത സാഹചര്യങ്ങളെ വിവരിക്കുന്ന കെയ്നേഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ആശയമാണ് എന്ത്? തൊഴിൽ സന്തുലിതാവസ്ഥ. ഈ സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥ അതിൻ്റെ പരമാവധി സാധ്യതയുള്ള ഉൽപ്പാദനത്തിൽ പോലും നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ നിലവിലുണ്ട്. അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന പദം ലഭ്യമായ വിഭവങ്ങൾ പൂർണ്ണമായി തൊഴിൽ ചെയ്യുന്നില്ല എന്ന വസ്തുതയാണ് സൂചിപ്പിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിലുള്ള ഡിമാൻഡിൻ്റെ അഭാവത്തിൽ തൊഴിൽ സന്തുലിതാവസ്ഥ ഉണ്ടാകും. സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം ഡിമാൻഡിനെയാണ് മൊത്തത്തിലുള്ള ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചരക്കുകൾക്കും സേവനങ്ങൾക്കും വേണ്ടത്ര ഡിമാൻഡ് ഇല്ലെങ്കിൽ ബിസിനസ്സുകൾ കുറയുകയും തൊഴിലില്ലായ്മയിലേക്ക് നയിക്കുകയും ചെയ്യും. മൊത്തത്തിലുള്ള ഡിമാൻഡ് ഉത്തേജിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും രൂപപ്പെടുത്തിയ സാമ്പത്തിക പണധന നയങ്ങൾ പോലുള്ള സർക്കാർ ഇടപെടലുകളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥവും പ്രധാനപ്പെട്ടതുമായ പ്രതിഭാസമാണ് എന്ത്? തൊഴിലില്ലായ്മ സന്തുലിതാവസ്ഥ എന്നാണ് കെയ്നേഷ്യൻ സാമ്പത്തിക വിദഗ്ധർ വാദിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ, ഈ 2ാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റ് അഥവാ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇനി അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെയാണ് വാട്ട് ഈസ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം, എന്താണ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സമ്പ്രദായം. മറ്റൊന്നാണ് എന്ത്? വിച്ച് ആർ ദ അസംഷൻസ് ഓഫ് കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. കെയ്നേഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അനുമാനങ്ങൾ, അസംഷൻസ് എന്തൊക്കെയാണെന്ന്. പിന്നെ 2 മാർക്കിന് ഡിഫറൻഷിയേറ്റ് ADF ആൻഡ് ASF. ഇപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അഗ്രഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ, അതാണ് ADFും ASFും പറയുന്നത് കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. പിന്നെ വാട്ട് ഈസ് മീൻഡ് ബൈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ കെയ്നേഷ്യൻ എക്കണോമിക്സ്. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.